എടുക്കുമെന്ന് ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത ഒരു സീസണാണ് സീസൺ 7 എന്ന് ഞാൻ മനസ്സിലാക്കി. ഇപ്പൊ ജിൻഡോയുടെ സീസണാണ് കഴിഞ്ഞ സീസൺ. ആ സീസണിൽ ജിൻഡോ കപ്പ് തൂക്കും എന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. നിങ്ങൾ പലരും അറിഞ്ഞിട്ടില്ലാത്തൊരു സത്യമുണ്ട്. ജിൻഡോ പോകുന്നതിന് മുമ്പ് 4 വട്ടമാണ് എൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സമീപിച്ചതും സംസാരിച്ചതും. ഇതുവരെയും അത് അദ്ദേഹം പുറത്തു വിട്ടിട്ടില്ല. ഞാനും ഈ പറയുന്നു, ഇപ്പൊ ഞാൻ തുറന്നു തന്നെ പറയുന്നു. അക്കൂട്ടത്തിൽ ട്രെയിനിങ് കിട്ടിയ മറ്റൊരാളുമായിരുന്നു വിനു. ഇപ്പം PR എന്ന് പറഞ്ഞിരിക്കുന്ന വിനു കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് എല്ലാ ബിഗ് ബോസിന് മുമ്പും അല്ലെങ്കിൽ ബിഗ് ബോസുകളിലൂടെ ഞാനുമായി ബന്ധപ്പെട്ട എൻ്റെ വാട്സാപ്പിലുള്ള ആളാണ് വിനു. വിനുവിനും അതറിയാം. ഞാൻ ഇതുവരെയ്ക്കും ആരോടും പറയാത്ത ഒരു സംഗതിയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ സീസണിൽ ആര് വിജയിക്കും എന്ന് പറയാൻ കഴിയില്ല. കഴിഞ്ഞ സീസണിൽ ഇദ്ദേഹം വിജയിക്കുമെന്ന് അറിയാം. ഞാൻ ജിൻഡോയ്ക്ക് വേണ്ടി ഒരുപാട് ഇന്റർവ്യൂകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് പലർക്കും അറിയാം അല്ലേ മോനെ? ശരിയല്ലേ? തല ആട്ടാതിരുന്നാ നീയൊക്കെ മോനെ ഇനി വിളിച്ചാൽ ഞാൻ വന്നെന്ന് വരൂല കേട്ടോ. അവസരത്തിൽ മിണ്ടാതെ സൈലന്റ് ആക്കിയിട്ട് എന്നെ കള്ളനാക്കരുത്. ജിൻഡോ ജയിക്കാനുള്ള ഒരു കാരണം സാറിന്റെ പ്രചോദനമാണ്. അല്ല, അതുകൊണ്ട് മാത്രമല്ല, പ്രചോദനം കൊടുത്ത് കോച്ചിങ്ങും ട്രെയിനിങ്ങും കിട്ടി പോയി നമ്മൾ അതിനകത്ത് പോയാലും അവിടെ കാര്യങ്ങൾ കാണിക്കാതെ എങ്ങനെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുക? അവിടെ കാണിക്കാനുള്ള കാര്യങ്ങൾ കാണിക്കണ്ടേ അല്ലേ? നമ്മൾ പരീക്ഷയ്ക്ക് പഠിപ്പിച്ചു തരാനല്ലേ പറ്റത്തുള്ളൂ. പരീക്ഷ ഹോളിൽ കയറി പരീക്ഷ എഴുതേണ്ടതാരാണ്? മോൻ തന്നെയല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ ഇതിന് മുമ്പുള്ള സീസൺ 5 നോക്കി കഴിഞ്ഞാൽ അഖിൽമാരാർക്ക് വേണ്ടി ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത്, നിങ്ങൾക്കൊക്കെ ഇന്റർവ്യൂ തന്നിട്ടുള്ള ചാനലുകളാണ് ഇവിടെ ഇരിക്കുന്നത്. എന്റെ കുടുംബം പോലെയുള്ള ചാനലുകളാണ്. ഇവിടെ എത്രയോ മണിക്കൂറോളം ഞാൻ നിങ്ങൾക്ക് ചാനലിൽ ഇന്റർവ്യൂ തന്നിട്ടുണ്ട്. ഞാൻ അത് പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്ന അതുകൊണ്ടാണ്. കഴിഞ്ഞ സീസണുകളിലൊക്കെ നമുക്ക് ആൾക്കാരെ പ്രവചിക്കാൻ പറ്റുമായിരുന്നു. ഒരു 50 ദിവസം കഴിയുമ്പോൾ ഏകദേശം നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ ഈ സീസൺ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സീസണാണ്. ഇപ്പൊ തന്നെ ഇന്ന് ആ പണം, ഏറ്റവും കൂടുതൽ പണം എടുക്കാനായിട്ട് പുറത്തേക്ക് ഓടിപ്പോയിട്ട് തിരിച്ചു കയറി വരുന്ന ഓട്ടം, ആ ഓട്ടത്തിന്റെ ഇടയിൽ ഇപ്പൊ നിങ്ങൾ പറയുകയാണ് ആ ഓട്ടത്തിൽ അനീഷ് കൂടെ ഉണ്ടായിരുന്നെങ്കിലോ ഉറപ്പായും അനീഷ് എന്തായി പോയനെ? ചിലപ്പം ഷട്ടറിന്റെ വെളിയിലായി പോയന്. അനീഷിനെ നന്നായിട്ട് അറിയാം. അത്രയും സ്പീഡായിട്ട് ഓടിപ്പോയി പണം എടുത്ത് കൊണ്ടുവന്ന് അകത്ത് കയറാൻ പറ്റില്ല എന്ന് അനീഷിന് അറിയാന്നുള്ളതുകൊണ്ടാണ് അനീഷ് അതിന് ഓടാൻ പോവാതിരുന്നത്. ശരിയല്ലേ? അപ്പൊ ഒരു പക്ഷേ അനുമോൾ അകത്ത് കയറിയിട്ടില്ലെങ്കിൽ ഒരുപാട് വർക്കുകൾ അല്ലെങ്കിൽ ഒരുപാട് സപ്പോർട്ടുകളും ഒക്കെ ഉള്ള നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു മത്സരാർത്ഥിയാണ് അനു. അപ്പൊ അനു ഓടിപ്പോയി പൈസ എടുത്തിട്ട് തിരിച്ച് അനുവിന് കയറാൻ പറ്റാതെ ആ ഡോർ അടഞ്ഞു പോയിരുന്നെങ്കിലോ? അനു ആണ് വിജയിക്കുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ആ ഡോർ അടഞ്ഞു പോയി ഇങ്ങ് വെളിയിൽ പോകത്തില്ലേ? ആലോചിച്ച് നോക്ക്. ഞാൻ ഓടിയെത്തില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അക്ബർ. ഇത്രയും തടിയുണ്ട്, നമ്മൾ കാണുമ്പോൾ അറിയാം ഓടിയെത്തുമോ ഇല്ല എന്നുള്ളത്. ദെൻ ആദിലാക്ക് പറന്നു പോകാൻ പറ്റും, കാരണം സ്ലിം ആയതുകൊണ്ട് സ്പീഡിൽ ഓടിപ്പോയിട്ട് വരും എന്നുള്ളത് കൊണ്ട് അത് പറ്റും. അപ്പം നമുക്ക് ബിഗ് ബോസ് ഷോയിൽ ഓരോ ദിവസവും കൊടുക്കുന്ന ടാസ്ക് അല്ലെങ്കിൽ ഇനി ഏത് സമയത്താണ് ചിലപ്പോൾ ഒരു അടി പൊട്ടിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഫിസിക്കൽ അസാൾട്ട് ഒന്ന് നേരത്തെ പറഞ്ഞ കണക്ക് നെവിന്റെ കാര്യത്തിൽ വെറുതെ വെള്ളം സ്പ്രേ ചെയ്തപ്പോൾ അതിനെ നെഗറ്റീവ് ആക്കിയ ഒരു സംഭവം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഷോയിൽ എന്നല്ല ഒരു ഷോയിലും വിന്നറിനെ നമുക്ക് ആദ്യം പറയാൻ പറ്റില്ല. പക്ഷെ ഈ ബിഗ് ബോസ് ഷോയിൽ ഉറപ്പായിട്ടും ലാസ്റ്റ് വരെയും വിന്നറിനെ പ്രവചിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കാരണം നെവിന്റെ ഫാൻസ് അല്ലെങ്കിൽ നെവിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം ഓരോ സെക്കൻഡിലും ഓരോ മണിക്കൂറിലും കൂടി വരുന്നു എന്ന് എൻ്റെ ഫേസ്ബുക്കിൽ ഞാനിടുന്ന വീഡിയോയുടെ അടിയിലുള്ള റീച്ചുകളും കമന്റുകളും തെറിവിളികളും നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. കാരണം 1400 തെറികളായിരുന്നു എനിക്ക് ആദ്യ സമയങ്ങളിൽ കിട്ടിയിരുന്നുവെങ്കിൽ, ഏകദേശം 1.5 ലക്ഷം 2 ലക്ഷം പേരിൽ 1400 തെറികൾ കിട്ടിയിരുന്നുവെങ്കിൽ ഇപ്പൊ ഏകദേശം അതൊരു 150-200 തെറികളായിട്ട് കുറയുകയും സപ്പോർട്ട് കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണാം. ജിൻഡോയെ പറ്റി പറയുകയാണെങ്കിൽ ജിൻഡോയുടെ കൂടെ മത്സരാർത്ഥികളൊക്കെ പറയുന്നത് PR കൊണ്ട് മാത്രം ജയിച്ചിട്ടുള്ള ഒരാളാണ് ജിൻഡോ എന്ന് അറിയേണ്ടത്. അതിനോട് സാറിന് എന്താ പറയാനുള്ളത്? കാരണം കഴിഞ്ഞ സീസണിൽ വരെ ഈ PR-നെ കുറിച്ച് എനിക്കറിയാമായിരുന്നു. പക്ഷെ ജിൻഡോയ്ക്ക് PR ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഞാൻ സത്യസന്ധമായി തന്നെ പറയാം. കാരണം ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കും. ഇത് ആലുവ മണപ്പുറത്തെ ശിവന്റെ അമ്പലത്തില് ശിവലിംഗത്തിൽ 21 ദിവസം ഇട്ട് പൂജിച്ച രുദ്രാക്ഷമാണ്. എന്റെ കിടക്കുന്ന ഹനുമാനാണ് ഇത്. അദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്ക് കുറെ പേർക്കെങ്കിലും അറിയാം. ഇതൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ കള്ളം പറയത്തില്ല. ജിൻഡോയ്ക്ക് PR ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് സത്യത്തിൽ അറിയില്ലായിരുന്നു. കാരണം അനു ആണ് ഈ PR-ന്റെ ആളെന്നുള്ള കുറെ ആൾക്കാർ PR-മാരായിട്ട് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അനു എന്റെ വാട്സാപ്പിലുള്ള എനിക്ക് എന്റെ ഒരു ഫ്രണ്ട് പോലെ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ PR വർക്ക് ഉണ്ടെന്നുള്ളത് സത്യസന്ധമായിട്ട് എനിക്ക് ഈ സീസണിലാണ് അദ്ദേഹം സംസാരിക്കാൻ വന്നു തുടങ്ങിയപ്പോഴൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ജിൻഡോയ്ക്ക് PR ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ഞാൻ ഇന്ന് വരെ എങ്ങും പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് അറിയാത്തൊരു കാര്യമാണ്.
പക്ഷെ PR എന്ന് പറയുന്ന ഏജൻസികൾ നേരത്തെ തന്നെ 4ാമത്തെ സീസൺ തൊട്ട് PR ഉണ്ടെന്ന് എനിക്കറിയാൻ പറ്റി. അതിന്റെ കൂടെ തന്നെ അവ മത്സരാർത്ഥികൾ മണ്ടനായിട്ടുള്ള ജിൻഡോ ജയിച്ചു എന്നാണ് പറയുന്നത്. ഓപ്പൺ ആയിട്ട് ഞാൻ തുറന്നു യഥാർത്ഥത്തിൽ ജിൻഡോ ആയിരുന്നോ മണ്ടൻ അതോ ജനങ്ങളായിരുന്നോ മണ്ടൻ എന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടെ ബുദ്ധി ഉപയോഗിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിലായി. കാരണം അപ്പൊ ആരാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മണ്ടൻ എന്ന ടാഗ് തന്നിട്ട് അവിടെ ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻസ് അങ്ങനെ വില്ലൻ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. വെച്ചപ്പോ ഓരോരുത്തർ വോട്ട് ചെയ്യണം. അപ്പൊ എനിക്കൊരു 16 വോട്ട് എനിക്കുണ്ടായിരുന്നു. 16 വോട്ട് ചെയ്തിട്ടാണ് ഞാൻ മണ്ടൻ ടാഗ് വാങ്ങിക്കണം. ഈ മണ്ടൻ ടാഗ് അവർ തരാനുള്ള റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് പറയാം. അതുകൂടി കേട്ടോ നിങ്ങൾ. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടാകുന്ന ഗെയിമായിരിക്കും. ഒരു 10 ദിവസം ഞാൻ വലിയ ഇതിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അനങ്ങാതെ ഇങ്ങനെ ഇരിക്കായിരുന്നു. എനിക്കറിയാമായിരുന്നു എന്തായാലും ഞാൻ അവിടെ അനങ്ങാതെ ഇരുന്നാലും ഞാൻ വോട്ടും കൊണ്ട് പുറത്തേക്ക് പോകില്ലെന്ന് എനിക്ക് അറിയാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൈ പിടിച്ച് ഉയർത്തിയാൽ ഒരുപാട് ആൾക്കാർ എനിക്കിവിടെ ഉണ്ട്. താഴെ കിടക്കുന്ന കുറെ ആൾക്കാരെ കൈ കൊടുത്തിട്ടുണ്ട്. ഒരു മോളോട് ആൾക്കാർ കൈ കൊടുത്ത് എനിക്ക് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു 10 ദിവസം മിണ്ടാതിരുന്നപ്പോ ഇവര് എതിർക്കണില്ല, ഒന്നും ചെയ്യണില്ല, അത് ചെയ്യണില്ല, ഞാൻ മണ്ടനായിരിക്കും. ഞാൻ അവരെ പഠിക്കായിരുന്നു. ഞാൻ PR വെക്കാതെ ബിഗ് ബോസിലേക്ക് പോകാൻ ഞാൻ പറഞ്ഞത് PR വെക്കാതെ ഞാൻ ബിഗ് ബോസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ മണ്ടനായിരിക്കണം. PR വെക്കാതെ ബിഗ് ബോസിനുള്ളിൽ PR എന്നൊരു സാധനം ഈ സിനിമയുടെ PR ആണ് നിങ്ങള് അല്ലേ? ഞങ്ങളിത് വെച്ചാൽ എല്ലാ കാര്യത്തിനും PR എന്നൊരു സാധനം ഉണ്ട്. പബ്ലിസിറ്റി. അതായത് ഞാൻ കേറി ചെല്ലുന്ന സമയത്ത് ഈ ജിൻഡോ എന്നുള്ള വ്യക്തിനെ അറിയണത് ഈ ബോഡി ബിൽഡേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. കൂടുതലും നമ്മുടെ നാട്ടുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്റെ പഴയ കാര്യങ്ങൾക്ക് എടുത്തിട്ട് ഞാൻ എന്തൊക്കെ ചെയ്താലും ജീവിതത്തിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നു തന്നെയാണ്. അതൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരാൾ വേണം. പ്രേക്ഷകരുടെ സ്നേഹം കൊണ്ടല്ല വോട്ട് കിട്ടിയെന്നാണ് പറഞ്ഞത്. പ്രേക്ഷകരുടെ സ്നേഹം കൊണ്ടാണ് വോട്ട് കിട്ടിയത്. എന്റെ കാര്യം പറഞ്ഞുതരാം. ഞാൻ 16 ലക്ഷം വോട്ടിനാണ് ജയിച്ചത്. 2-3 ലക്ഷം രൂപ വോട്ടിനല്ലേ ജയിച്ചത്. ഈ 4 പേരുടെ ഒന്നിച്ച് വോട്ട് കൂടി ചേർന്ന പോലെ എന്നെ എടുത്തില്ല. കഴിഞ്ഞ പ്രസ് മീറ്റില് പൈസ കൊടുത്തിട്ടാണ്. വെറുതെ ഒരു വോട്ട് ചെയ്യൂലല്ലോ, അതിനാണ് പൈസ കൊടുക്കുന്നതിന് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായത്. അതുകൊണ്ടാണ് ചോദിച്ചത്. വെറുതെ വോട്ട് ചെയ്യണം. അതായത് പൈസ വെറുതെ അവർ വോട്ട് ചെയ്യില്ലല്ലോ, അതിനാണ് കുറച്ച് പൈസ കൊടുക്കണെന്ന് അറിയാം. അതിനാണ് 1.5 ലക്ഷത്തിന്റെ എന്താ കണക്ക്. അതെന്താന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. നിന്നെ ഇപ്പൊ എന്റെ ഒരു ഇൻസ്റ്റാഗ്രാമും അത് PR നിർത്താനായിട്ട് ഫസ്റ്റ് ദിവസം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് മാത്രല്ല രജിത് കുമാർ സാറിന് PR ഇല്ലെന്ന് രജിത് കുമാർ സാർ പറഞ്ഞു. രജിത് കുമാർ സാർ മണ്ടനായിട്ടാ അങ്ങനെ കണ്ടുപോയത്. ഞാൻ ഉള്ളത് പറയും. കാരണം അറിയോ, ഈ ബിഗ് ബോസ് എല്ലാവർക്കും PR ഉണ്ട്. ഞാൻ വെളിയിൽ ആളിനെ ഇടപാടാക്കിയിട്ട് പോകുന്ന നമ്മൾ അവിടെ പോയി എന്തെങ്കിലും കാണിച്ചാൽ അതിനെ ഒരു വമ്പനാക്കി മാറ്റിയിട്ട് അതിൽ കുറെ BGM ഒക്കെ കയറ്റിയിട്ട് നമ്മളൊരു വമ്പൻ താരമാണെന്ന് കാണിപ്പിക്കുന്ന രീതിയിൽ കളിപ്പിക്കുന്ന പാർട്ടികൾക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ട്രീറ്റ് ഒക്കെ ചെയ്തിട്ട് പോകുന്ന പാർട്ടികളാണ് PR എന്ന് പറയുന്ന കളി. രജിത് കുമാർ സാറിന്റെ സീസണിൽ PR എന്ന് പറയുന്ന ഒരു സാധനം ഒന്നും ആർക്കും ഇല്ല. ഈ ഇരിക്കുന്ന മീഡിയാസ് മൊത്തം എന്റെ റീലും കാര്യങ്ങളും ഇട്ടുണ്ട്. ഞാൻ ബിഗ് ബോസിലാത്ത സമയത്ത് ഞാൻ നിങ്ങൾക്ക് പൈസ തന്നിട്ടുണ്ടായിരുന്നോ? അല്ല, അതിന് ഞങ്ങൾക്ക് റവന്യൂ കിട്ടുന്നുണ്ട്. വെറുതെ അല്ല, ഒരു സെക്കൻഡ് കേട്ടെ. നിങ്ങൾ റവന്യൂ കിട്ടുന്നത് എന്തുകൊണ്ട് എന്റെ സാധനം എടുത്തിട്ട് എന്റെ സാധനം എടുത്തിട്ട് ആൾക്കാരുടെ കൂടുതലുള്ളത് എന്റെ അഭിപ്രായം പറയാണ്. എന്തുകൊണ്ട് എടുത്തിട്ട് ഞാൻ അവിടെ ഗെയിം കളിച്ചോണ്ട് അത് PR ഒന്നുകൊണ്ടാ. ഇത് PR ഇതല്ല കാശ് തന്നാ. അല്ല, ജിൻഡോ പറഞ്ഞ കാര്യം തന്നെയാണ് ചോദിച്ചത്. പറഞ്ഞ് മനസ്സിലായി സുഹൃത്തെ. അതായത് ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നമ്മൾ നോക്കാനായിട്ട് ഒരാളെ ഏൽപ്പിക്കാന്ന് വെച്ചാൽ എക്സാമ്പിൾ നമ്മൾ ഒരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ആൾക്ക് നമ്മളിപ്പോ ഞാൻ ഇവിടെ ഉണ്ടായാലും എന്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അല്ലെങ്കിൽ എന്റെ സോഷ്യൽ മീഡിയ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ ഒരാളെ ഏൽപ്പിക്കില്ലേ, ഒരു കമ്പനി ഏൽപ്പിക്കില്ലേ? ആ കമ്പനി ഏൽപ്പിക്കുമ്പോ നമ്മൾ അവർക്ക് പൈസ കൊടുക്കണ്ടേ? ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയായ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ പക്ഷെ അങ്ങനെ ഒരു കമ്പനി കൊടുത്തില്ല. എനിക്ക് PR ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ കറക്റ്റ് ആണ്. ആരെന്നറിയോ? ജനങ്ങൾ തന്നെയാണ് എന്റെ PR ആയിട്ട് പ്രവർത്തിക്കുന്നത്. മൊത്തം ജനങ്ങൾ. പക്ഷെ എന്റെ ഫേസ്ബുക്കോ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടോ ഞാനൊരു പ്രത്യേക ഏജൻസിക്ക് കൊടുത്തിട്ട് അവരെല്ലാം ഇത് അത്രയും ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. കാരണം അവിടെ വെളിയിൽ പറഞ്ഞിട്ട് ചെന്നാൽ പോലും നമ്മളെ അത് ശിക്ഷിക്കുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നതാണ്. ഞാൻ അത് അനുഭവിച്ചിട്ട് പോയത്. ഞാൻ കോളേജിലെ അധ്യാപകനായിരുന്ന ഞാൻ ലീവ് കൊടുക്കുമ്പോൾ എനിക്ക് പറയണം എന്തുകൊണ്ടെന്ന്. ഞാൻ എന്റെ കൂടെയുള്ള സാറുമാരോട് പറഞ്ഞിട്ട് പോയത് എങ്ങനെയോ അറിഞ്ഞ ഏഷ്യാനെറ്റിന്റെ അതിന്റെ അധികാരികൾ ഞാൻ ചെന്ന് കയറുന്നതിന് തൊട്ട് മുമ്പ് എന്നെ വഴക്ക് പറഞ്ഞിട്ടാണ് വന്നത്. നിങ്ങൾ പുറത്ത് പറഞ്ഞിട്ടാണോ വന്നത്? എനിക്ക് എന്റെ കൂടെയുള്ള സ്റ്റാഫുകൾക്ക് പറഞ്ഞിട്ടല്ലേ എനിക്ക് ലീവ് കിട്ടത്തുള്ളൂ. അങ്ങനെയല്ലേ വരാൻ പറ്റൂ. അല്ലാതെ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒന്നും ഇന്ന് വരെ ആരും ഹാൻഡിൽ ചെയ്തില്ല. ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മള് ബിഗ് ബോസ് പറഞ്ഞ് നമ്മൾ ഇന്റർവ്യൂ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ 4 ആളിന് ഇന്റർവ്യൂ എടുത്തിട്ട് പോയാ ഞാൻ കപ്പടിച്ചിട്ട് വരുന്നു.
എനിക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം 3 വർഷം തമിഴ്, തെലുങ്ക്, മലയാളം, തെലുങ്ക് അല്ല, തമിഴ്, ഹിന്ദി, മലയാളം ഞാൻ ലൈവ് കണ്ട് അതിനുവേണ്ടി ഡെഡിക്കേഷൻ ചെയ്ത് ഇരുന്നിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്കറിയാം ഈ ആൾക്കാർ, ഈ ഇതാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ വിൻ ചെയ്യണം, ഓരോന്ന് ഔട്ടാവുന്ന കാട്ടുന്ന. ഇപ്പൊ നമ്മുടെ സീസണിൽ ഒരു കുട്ടി ഔട്ടായിരുന്നു. പിന്നെ വേറെ മുൻഷീല വിളിക്കുന്ന പുള്ളിക്കാരൻ്റെ രഞ്ജിത്ത് മുൻഷി ആ പുള്ളിനൊന്നും ശരിക്കും പറഞ്ഞാൽ ആരും അറിയാത്തൊരവസ്ഥയായി പോയി. അതായത് മനുഷ്യനെ അവിടെ നിൽക്കുന്ന ആൾക്കാർ, ജനങ്ങൾ അറിഞ്ഞാലാണ് ആ പുള്ളിയെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞെന്ന് അവർ വോട്ട് ചെയ്യുന്നത്. അല്ല, ഇപ്പോഴത്തെ നെവിനെ അറിഞ്ഞുകൂടായിരുന്നു, എനിക്ക് അറിഞ്ഞൂടാ. ഇതിനകത്ത് മിക്കവരെ നമുക്ക് ആരും അറിയില്ല. അപ്പൊ നമ്മള് ഒരാളെ വെച്ചാൽ ഇനി ബിഗ് ബോസ് കയറുന്ന ആൾക്കാരുടെ ഞാൻ പറയണത്, നിങ്ങൾ നല്ല PR വെച്ചിട്ട് കയറുള്ളൂ. PR